പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവവചനം ചിന്തിക്കുവാൻ, പ്രാർത്ഥനയോടുകൂടി ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ദൈവത്തോട് നന്ദി കരയേറ്റുവാൻ, ഭക്ഷിപ്പാൻ ആഹാരവും, ധരിപ്പാൻ വസ്ത്രവും, ശ്വസിപ്പാൻ വായുവും, കുടിപ്പാൻ വെള്ളവും തന്ന മരുഭൂമിയിൽ വഴി നടത്തുന്ന ദൈവസ്നേഹത്തിന്, ദൈവകൃപയ്ക്ക് എല്ലാ മാനവും മഹത്വവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ വചനധ്യാനത്തിനായി കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം 15-ാമത്തെ വാക്യം കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 15 വായിച്ചു കേൾപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ഒന്നുകൂടി ആവർത്തിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ. 3 വാചകങ്ങൾ ആ ഒരു വാക്യത്തിനകത്തുണ്ട്. കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള 3-4 കാര്യങ്ങൾ പരമപ്രധാനമായി കാണിക്കുന്നുണ്ട്. വിധിക്കരുത്, വഞ്ചിക്കരുത്, ചതിക്കരുത്, കവർന്നെടുക്കരുത്. ആരും നിങ്ങളെ വിധിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ കവർന്ന് കളയരുത്. ഒറ്റ വാക്കി പറഞ്ഞ, ദുരുപദേശത്തിന് എതിരായിട്ട് എഴുതുന്ന സഭയിലുണ്ടാകുന്ന അന്നത്തെ കാലത്തെ സഭയിലുണ്ടായ ദുരുപദേശങ്ങൾക്കെതിരായിട്ട് എഴുതുമ്പോൾ അപ്പൊ തന്നെ സഭയെക്കുറിച്ചുള്ള ഹൃദയത്തിലെ വേദന പേറിക്കൊണ്ട് ഇടയനാകുന്ന പൗലോസ് അപ്പോസ്തലനാകുന്ന പൗലോസ് ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹവും, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും, കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ വ്യവസ്ഥയും പറഞ്ഞ് 15-ാമത്തെ വാക്യമാകുമ്പോൾ ആ വാക്യത്തിനകത്ത് പറയുന്നേ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം വാഴുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം, യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനുശേഷം 2 വാക്ക് പറയുന്നു. ഒന്ന്, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന അതിനായിട്ടെന്ന് പറഞ്ഞാൽ ഏക ശരീരമായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബം എന്നുള്ളത് ഏക ശരീരമായി, ഒരു സഭ ഏക ശരീരമായി, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണോ അത് ഏക ശരീരമായി. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ 10, 15, 20, 25 പേര്, അത് ഒരേ ഹൃദയത്തോടെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും നൽകി തരും. ആ വാക്ക് പ്രസക്തമാ. 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് എന്ന് പറഞ്ഞ ഏക ഹൃദയത്തോടെ. ഭാര്യ ഭർത്താവ് മക്കളുമാണോ? നിങ്ങൾ ഒരേ ഹൃദയത്തോടെ ചോദിക്കേ. ദൈവസഭയാണോ? ഒറ്റ ആത്മാവിൽ ഒരേ ഹൃദയത്തോടെ ചോദിക്കേ. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണോ? ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ചോദിക്കേ. ഹല്ലേലൂയ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞെ, ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ഐക്യമത്യപ്പെട്ട് ഏക ശരീരമായി നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്ന കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏക ശരീരമായിട്ടാ. ഹല്ലേലൂയ. ഒരു ശരീരമായിട്ടിരിക്കാൻ, ഏക ശരീരമായിട്ടിരിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ അത് ശരീരം മുഴുവനും വഹിക്കും. നമ്മുടെ കാലിന്റെ ഏറ്റവും ചെറിയ വിരലിന്റെ അറ്റത്ത് ചെറിയ ഒരു മുറിവുണ്ടായാൽ ആ ദിവസം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ മുറിവിന്റെ ഭാഗത്തേക്കാ. ശരിയല്ലേ? നടക്കാൻ വയ്യ, കാലുകൊണ്ട് അതിനെ തടവും, കണ്ണുകൊണ്ട് അതിനെ നോക്കിയിരിക്കും. പിന്നെ മെഡിസിൻ ഉണ്ടോ, അതിന്റെ കാര്യങ്ങള്, ബ്രെയിന് ഇങ്ങനെ നടക്കുന്നില്ല, ചെരുപ്പ് മാറ്റി വെക്കും. ഭയങ്കര കെയറിങ്. ബാക്കി ശരീരഭാഗം മുഴുവൻ കെയർ ചെയ്യും. അത് കൈക്കുണ്ടായാലും കാലിനുണ്ടായാലും ഏത് ഭാഗത്തായാലും അങ്ങനെയാണ്. ഇതൊരു ശരീരത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ കുഞ്ഞെ, ഒരു ശരീരമാകുന്ന സഭയ്ക്ക് അതേപോലെയുണ്ട്. ഒരു ശരീരമാകുന്ന കുടുംബത്തിന്, ഒരു ശരീരമാകുന്ന പ്രാർത്ഥനാ കൂട്ടായ്മ എവിടെയായാലും ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഏക ശരീരമായി ക്രിസ്തുവിൽ ഒന്നായി തീരണം. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നവരായിട്ടല്ല, ഒന്നായി തീരണം.
എന്നിട്ട് പിന്നെ അടുത്ത വാക്കുകൾ നന്ദിയുള്ളവരായിരിക്കും. ഇന്ന് നമ്മൾ ഈ പ്രസംഗം തുടങ്ങുമ്പം, ഈ വചന സന്ദേശം തുടങ്ങുമ്പം, ഇന്നെന്നല്ല എല്ലാ ദിവസവും ഈ വചന സന്ദേശം ആരംഭിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിട്ട് ആരംഭിക്കുന്നത് അല്ലേ? കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ പ്രഭാതത്തിലും അങ്ങനെ ആയിരിക്കണം. ദൈവത്തോട് നന്ദി പറഞ്ഞേ ആരംഭിക്കാവുള്ളൂ. കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ നമ്മുടെ ദിവസം ആരംഭിക്കാവുള്ളൂ. കുഞ്ഞെ, നിന്റെ പ്രഭാതം ആരംഭിക്കുന്നത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം. കർത്താവിനോട് സ്നേഹം പങ്കിട്ടുകൊണ്ട് കർത്താവിനോട് ദൈവം തന്ന ഉപകാരത്തിന് നന്ദി പറഞ്ഞു. നന്ദിയുള്ളവരായിരിക്കും. നമ്മളെ നടത്തിയതിന്, നമുക്ക് ആയുസ് തന്നതിന്, നമുക്ക് ആരോഗ്യം തന്നതിന്, വഴിയിൽ പട്ടുപോകാതിരിക്കാൻ പുത്രനെ ചുംബിച്ചപ്പോൾ നമ്മുടെ ആയുസിനെ കാത്തതിന്, അനുഗ്രഹിക്കപ്പെട്ട തലമുറ തന്നതിന്, നമ്മളെ ഊനമില്ലാത്ത തലമുറകളെ നമുക്ക് തന്നതിന്, ഊനമില്ലാതെ നമ്മളെ നടത്തുന്നതിന്, നമ്മൾ യാത്ര ചെയ്യാതിരുന്നിട്ടുള്ള യാത്രയിൽ ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് അനേക മരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മിടുക്കന്മാരും അവരൊക്കെ പാപികളായുണ്ടല്ലോ. മറിച്ച് ദൈവത്തിന് നിന്നിലൂടെ എന്തൊക്കെയോ ചെയ്യണം, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് അറിയിച്ചിട്ട് ആയുസിനെ നിനക്ക് ബാക്കി വെച്ച് തോർത്തിട്ട്, ഹല്ലേലൂയ, നിന്റെ ആയുസിനെ അല്പം കൂടെ ബാക്കി വെച്ച് ദൈവത്തിന്റെ ദാനമെന്നോർത്ത് കർത്താവിനോട് നന്ദി പറയണം. എന്തിന് നന്ദി പറയണം? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എല്ലാറ്റിനും നന്ദി പറയണം. ഏക ശരീരത്തോടെ ഏക മനസ്സോടെ ആയിരിക്കണം. ഒരു കുടുംബമാണോ, ഒരു സഭയാണോ, ഒരു ഗ്രൂപ്പാണോ, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയാണോ, ഏക മനസ്സോടെ, ഏകഭാവത്തോടെ, ഏക ശരീരത്തോടെ നന്ദിയുള്ളവരായിരിപ്പീൻ. അങ്ങനെയുള്ള ഒരിടത്താണ് പറയുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രാപ്തികൾക്കും നമ്മുടേതായ മനഃശാസ്ത്രപരമായും അല്ലാതായും ചിന്തകളും, ഇന്ന് ഒരുപാട് മോട്ടിവേഷൻ ചിന്തകളും സൈക്കോളജിക്കൽ തോട്ട്സും ഒക്കെ കാണാം, ഫിലോസഫിക്കൽ തോട്ട്സും ഒക്കെ കാണാം. നിന്റെ ബുദ്ധിക്കും നിന്റെ പ്രാപ്തിക്കും നിന്റെ ചിന്തയ്ക്കും നിന്റെ മനഃശാസ്ത്രത്തിനും അപ്പുറത്തായിട്ട് ദൈവസമാധാനം നിങ്ങളിൽ വാഴട്ടെ. അതാ പറയുന്നത്, ദൈവസമാധാനം, ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ നിന്റെ ഉള്ളിൽ വാഴട്ടെ. യേശു ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ വാഴട്ടെ എന്ന്. കർത്താവിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ വാഴട്ടെ. അതാ യേശു കർത്താവിന്റെ സമാധാനം നിന്റെ ഉള്ളിൽ വാഴട്ടെ. ഈ സമാധാനമുണ്ടോ, മറ്റു ടെൻഷൻ എല്ലാം മാറിപ്പോകും, മറ്റു വ്യതകൾ മാറിപ്പോകും. യേശുവിന്റെ സമാധാനം നിന്റെ ഉള്ളിലുണ്ടോ, ബാക്കി എല്ലാ വ്യതകളും മാറിപ്പോകും. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ. ഈ സമാധാനം നിങ്ങളെ നിത്യത വരെ എത്തിക്കുമാറാകട്ടെ. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവെ, വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സമാധാനം ഈ ഹൃദയങ്ങളിൽ വാഴുമാറാകട്ടെ. കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സർവ്വപേരുടെ മേലും ആ ദൈവിക സമാധാനം വാഴുമാറാകട്ടെ. കർത്താവെ, ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏക ശരീരമായി നന്ദിയുള്ളവരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവസമാധാനം പ്രാപിച്ച് നിത്യത വരെ കർത്താവിനോടൊപ്പം എത്തുവാൻ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് എത്തുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവർക്കും കൃപ ചെയ്യുമാറാകണം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയട്ടെ. ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.